സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചടങ്ങാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ പൊങ്കാലയിട്ട് ദേവിയുടെ അനുഗ്രഹം നേടാനായിട്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി തലസ്ഥാന നഗരിയെല്ലാം 2 ദിവസം മുന്നേ ഒരുങ്ങിക്കഴിയും പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം കുംഭമാസത്തിലെ പൂരം നാളിലാണ്, പൂരം നാളും പൗർണമിയും ചേരുന്ന ദിവസമാണ് പൊങ്കാല നടക്കുന്നത്. മധുരാനഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് പൊങ്കാലയുടെ ഐതിഹ്യം എന്നാണ് വിശ്വാസം. തൻ്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിന് ജനങ്ങൾ പൊങ്കാലയിട്ട് കണ്ണകിയെ എതിരേറ്റു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് പൊങ്കാല എന്നാണ് വിശ്വാസം. പിന്നെ മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകി സ്വീകരിച്ചു എന്നുകൊണ്ട് മറ്റൊരു വിശ്വാസം. അങ്ങനെ പതിനായിരക്കണക്കിന് വരുന്ന ആൾക്കാരിൽ ഞങ്ങളും പങ്കാളികളായി. 25 വർഷമായിട്ട് 25 വർഷമായിട്ട് ഞാനും ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം മുതൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചേച്ചി അനിയത്തിയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അവരാരും ഇല്ല, ഞാനും അമ്മയും കൂടെ വന്നു. ഞങ്ങൾ ആര്യശാല ദേവീക്ഷേത്രത്തിൽ അതിൻ്റെ മുൻവശത്തായിട്ടാണ് പൊങ്കാല ഇടാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തലേ ദിവസം രാവിലെ തന്നെ എത്തി. കാര്യം ഒരുപാട് തിരക്കൽ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വന്നാൽ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും വണ്ടിയും കൊണ്ട് പോകാനും ഒക്കെ നല്ല തിരക്കായിരിക്കും. ഇതാണ് ആര്യശാല ദേവീക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. അപ്പം ഞാനും അമ്മയും കൂടെ വെളുപ്പിനെ തന്നെ എണീച്ച് കുളിച്ച് റെഡിയായി ഞങ്ങൾ പൊങ്കാല ഇടുന്നിടത്തിരുന്ന് എല്ലാം നമ്മൾ അടുപ്പിച്ച് വയ്ക്കും. അപ്പോൾ 10:30ക്കാണ് പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നത്. അപ്പോൾ അതിന് മുൻപ് കണ്ട എല്ലാവരും എല്ലാം റെഡിയാക്കി അങ്ങനെ കാത്തിരിക്കുവാണ്. കഴിഞ്ഞ 1 വർഷത്തേക്കുള്ള കാത്തിരിപ്പ്. അതുപോലെ ഇതിന് നേരത്തെ തന്നെ അവർ പൊങ്കാല ഇടാനായിട്ട് വ്രതമൊക്കെ എടുത്ത് ആറ്റുനോറ്റിരിക്കുകയാണ്. അങ്ങനെ പൊങ്കാല ഇടാനായി അങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണുണ്ടോ. നല്ല തിരക്കായിരിക്കും ചാലയ്ക്കകത്തും. തിരുവനന്തപുരം മുഴുവനും നല്ല തിരക്കായിരിക്കും. ഈ പൊങ്കാലയോട് അടുത്ത ദിവസങ്ങളിലും പൊങ്കാലയുടെ അന്നുമൊക്കെ നല്ല തിരക്കായിരിക്കും. കണ്ടോ, ഇത് ചാലയാണേ. അപ്പോൾ ചാലക്കമ്പോളം എന്ന് കേട്ടിട്ടില്ലേ തിരുവനന്തപുരത്തെ. അപ്പോൾ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിനടുത്താണ് ആര്യശാല ദേവീക്ഷേത്രം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാലയിലൊക്കെ പോയി. കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങ് ആറ്റുകാൽ വരെ നടന്നു പോയി. ഇതിലെ കൂടെ ഒന്നും വണ്ടികളൊന്നും അവർ വിടത്തില്ല കേട്ടോ. ഈ പൊങ്കാലയുടെ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നടന്ന് ആറ്റുകാൽ വരെ പോകാവുന്നവർക്ക് അങ്ങനെ പോകാം. അപ്പം സാധാരണയായി തലേ ദിവസം നല്ല മഴ പെയ്യാറുണ്ട്. ഇത് അന്ന് രാവിലെ മഴ പെയ്തു. എന്നാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കണ്ടോ മഴ ചാറി എല്ലായിടവും ഒന്ന് നനച്ച് പുണ്യാഹം കുടയുന്നത് പോലെ പ്രകൃതിയുടെ ഒരു ശുദ്ധിയാക്കൽ, അതാണ് ഈ മഴ കൊണ്ട്. എല്ലാ വർഷവും തലേദിവസം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ 10-25 കൊല്ലമായിട്ട് ഇടുന്നതാണ്. അപ്പോൾ തലേദിവസം ഉറപ്പായിട്ടും എന്തായാലും ഒരു മഴ പെയ്യാറുണ്ട്. അങ്ങനെ മഴ പെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് രാവിലെ കണ്ട ആൾക്കാരൊക്കെ തലയിൽ തുണിയൊക്കെ ഇട്ട്. എല്ലാവർക്കും പേടിയായിരുന്നേ, കൊതുമ്പൊക്കെ നനയോ ചൂട്ടൊക്കെ നനയോ എന്ന് പറഞ്ഞ്. പക്ഷേ അമ്മയ്ക്കും പേടിയായിരുന്നു. ഞാൻ പറഞ്ഞ അമ്മയോട് എന്തായാലും ഒന്നും സംഭവിക്കത്തില്ല, മഴ ചാറിയിട്ടങ്ങ് പോകുമെന്ന്. അപ്പോൾ ഇതേപോലെ ഓരോ പൗരസമിതിയുടെ ആഭിമുഖ്യത്തിലും ഒക്കെ ആയിട്ട് എല്ലായിടങ്ങളിലും ഇതുപോലെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും പിന്നെ ദാഹജലം ഇതുപോലെ എല്ലാം കൊടുക്കും. എല്ലാം ഇതുപോലത്തെ വിതരണം ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. അവിടെ ചെന്ന് നമുക്ക് ആവശ്യം പോലെയുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ച് കഴിക്കാം. പിന്നെ ചിലർ രാവിലെ തൊട്ട് തന്നെ ഒന്നും കഴിക്കാതെ പൊങ്കാലയിട്ട് അത് തളിച്ചതിന് ശേഷം ആഹാരം കഴിക്കുന്നവരും ഉണ്ട്. ഞങ്ങൾ ആദ്യകാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതാ എല്ലാവരും റെഡിയാക്കി നമുക്ക് അഗ്നി പൊങ്കാല അടുപ്പിൽ നിന്നും തീ പകർന്ന് നമുക്ക് എല്ലാവർക്കും അവിടെ കൊണ്ടുതരും. അങ്ങനെ എല്ലാവരും അത് മേടിച്ച് അത് കത്തിക്കാനായിട്ട് തയ്യാറായി നിൽക്കുവാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ നിന്നത്. ഇതാണ് ഞങ്ങൾക്ക് 5 പൊങ്കാല. ഞാൻ 3 എണ്ണം ഇട്ടു, അമ്മ 2 എണ്ണം ഇട്ടു. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ചിലരിങ്ങനെ പൂവൊക്കെ ഈ മാലയിൽ ഇങ്ങനെ കെട്ടുന്ന കാണാം. പക്ഷേ പൂ കത്തിക്കുന്നതിനോട് ഞങ്ങൾക്ക് അത്ര യോജിപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ മാലയിൽ പൂവൊന്നും ഒരുക്കി കെട്ടി വെച്ചിട്ടില്ല. കണ്ടോ, ഞാനും അമ്മയും വെളുപ്പിനെ 3 മണി തൊട്ട് അമ്മ റെഡിയായി ഇങ്ങനെ ഇരിക്കുവാണേ.
എല്ലാം റെഡിയാക്കി തേങ്ങയൊക്കെ തിരുമ്മി വെച്ചു, ശർക്കരയൊക്കെ അരിഞ്ഞു വെച്ചു, പിന്നെ കത്തിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീ വരുമ്പം പകരാനുള്ളത് നമ്മൾ കൊതുമ്പിലും ചൂട്ടിലും ഒക്കെയാണ് സാധാരണ എല്ലാവരും മേടിക്കാറുള്ളത്. അപ്പം ഞാനിങ്ങനെ പന്തം പോലെ ആക്കി അതിൻ്റെ അറ്റത്തൊരു തിരിയൊക്കെ വെച്ചിട്ട് അത് അമ്മ ഉണ്ട് ചന്ദനത്തിരിക്ക് തീ മേടിക്കാൻ വേണ്ടി ചന്ദനത്തിരിയും കൊണ്ട് റെഡിയായിരിക്കുവാണ്. അങ്ങനെ ഞാനെന്താ ഒരു പന്തം കത്തിച്ച് വെച്ചേക്കുന്നുണ്ട് റെഡിയാക്കി. അപ്പോൾ ഇങ്ങനെ തീ കൊണ്ടുവരുമ്പോൾ നമുക്ക് അത് മേടിക്കാനായിട്ട് ആണ് പകർന്ന് മേടിച്ച് നമ്മുടെ ആദ്യം ഗണപതി വിളക്കി കൊളുത്തും. ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് വേണം കണ്ടോ അമ്മ തീ പിടിപ്പിക്കുന്ന നമ്മുടെ കുറ്റി നമുക്ക് തീ പകർന്ന് കൊണ്ടുവന്നു. നമ്മളത് മേടിച്ച് അടുപ്പിലേക്ക് കത്തിച്ചു തുടങ്ങി. അപ്പോൾ ആദ്യം വിളക്കൊക്കെ കത്തിച്ചു വെച്ചു. അങ്ങനെയാണ് എല്ലാവരും അവരവരുടെ പൊങ്കാലയിലേക്ക് തീയൊക്കെ കത്തിച്ച് ഇനി വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് അരി ഇടും. അപ്പോൾ പാൽപ്പായസം, വെള്ള നിവേദ്യം, പിന്നെ പായസം, പിന്നെ മണ്ടപ്പുറ്റ്, ഇങ്ങനെ ഒക്കെയാണല്ലോ അതിന് നിവേദ്യത്തിന് തയ്യാറാക്കുന്ന സാധനങ്ങൾ. അപ്പോൾ മണ്ടപ്പുറ്റ് ഞാൻ വെച്ചില്ല. ഞാനും അമ്മയും വെള്ളച്ചോറും പായസവും പാൽപ്പായസം ഇതൊക്കെയാണ് ഞങ്ങൾ വെച്ചത്. കണ്ടോ. അപ്പോൾ ഇത്രയും നല്ല ചുട്ടു പഴുത്ത് കിടക്കുന്ന സമയത്തും ആരും അതൊന്നും വകവയ്ക്കാതെ തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതിനായിട്ട് ദേവിയുടെ അനുഗ്രഹത്തിനായിട്ടും ആ പൊരി വെയിലത്തും നല്ല ക്ഷമയോടെ ഭക്തിയോടെ നിന്ന് പൊങ്കാലയിടുന്ന കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. 10,000-കണക്കിന് ആൾക്കാർ ദൂരെ നിന്ന് പോലും എത്തും. അന്ന് നല്ല ബ്ലോക്കായിരിക്കും റോഡ് മുഴുവനും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തലേദിവസം തന്നെ രാവിലെ തന്നെ എത്തും. നമുക്ക് കൊറോണയ്ക്ക് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കോട്ടയ്ക്കകത്ത് പടിഞ്ഞാറേ നടയിൽ ഞങ്ങളുടെ ചേട്ടൻ്റെ വീടുണ്ട്. അവിടെ മുൻവശത്ത് വീടിൻ്റെ തൊട്ട് മുറ്റത്ത് തന്നെ ഇടാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ അതിനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആര്യശാല ദേവീക്ഷേത്രത്തിലോട്ട് വന്നത്. അപ്പോൾ പൊങ്കാല എന്ന് പറയുന്നത് തന്നെ നമുക്കത് ഒരു ലഹരിയായിട്ട് ഇപ്പം മാറിയേക്കുവാണ്. നമുക്ക് എന്തെങ്കിലും കാരണവശാൽ പോകാൻ പറ്റാതിരുന്ന എനിക്കാണെങ്കിൽ വീട്ടിൽ ഇരിപ്പ് വരത്തില്ല. ആ സമയത്തും പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുമ്പോഴും തിരിച്ച് തളിക്കാൻ വരുമ്പോഴും ഒക്കെ നമുക്ക് ആ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രത്യേക ഒരു വിഷമം തന്നെയാണത്. പക്ഷേ ഞാൻ 1-2 പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റാതായിട്ടുള്ളൂ കേട്ടോ. കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ പൊങ്കാല ഇടുന്നുണ്ട്. അങ്ങനെ എല്ലാ വർഷവും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് പൊങ്കാല ഇടുന്ന ഒരുപാട് പേരെ ഞാൻ അവിടെ കണ്ടു. അപ്പം നമ്മുടെ പൊങ്കാല തിളച്ച് പൊങ്ങാറായി. അപ്പം കിഴക്കോട്ട് തൂവണം എന്നൊക്കെയാണ് പറയുന്നത്. എന്നങ്ങനെ നല്ലതായിട്ട് എനിക്ക് പൊങ്കാല തൂവി. ചിലയിടത്താണെങ്കിൽ പറയും പൊങ്കാല തിളച്ച് തൂവരുത്, അടുപ്പി വീഴരുതെന്നൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അത് തിളച്ച് തൂവണം എന്നൊക്കെയാണ്. അങ്ങനെ എൻ്റെ പൊങ്കാലയും തിളച്ചൊക്കെ തൂവി നല്ല രീതിയിൽ വെന്തു. അത് കഴിഞ്ഞ് ശർക്കര പായസമാണെങ്കിൽ നമ്മൾ ചോറ് വെന്ത് വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് ശർക്കരയിട്ട് അതിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ വീണ്ടും തേങ്ങായിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, നെയ്യ്, പഴം ഇതെല്ലാം ചേർത്ത് അടച്ചു വയ്ക്കും. പിന്നെ തളിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് അവർ വരുമ്പോൾ ഇത് നമ്മളെല്ലാം തുറന്നു കൊടുക്കണം, എല്ലാം അടച്ചു വയ്ക്കണം. എന്നിട്ട് അവർ വരുമ്പം തുറന്നു കൊടുത്താൽ മതി, തളിച്ച് കിട്ടും. അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും പൊരിവെയിലൊന്നും വകവയ്ക്കാതെ, തീയും പുകയൊന്നും വകവയ്ക്കാതെ പ്രാർത്ഥനയോടെ എല്ലാവരും അവരവരുടെ മൺകലങ്ങളിലാണ് പൊങ്കാലയിടുന്നത്. അപ്പം കുറേ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള വ്രതങ്ങളൊക്കെ തുടങ്ങണം. പിന്നെ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ രാവിലെ കുളിച്ചതിന് ശേഷം വെള്ളം കുടിച്ച് അങ്ങനെ ഒക്കെയാണ് പൊങ്കാലയുടെ വ്രതാനുഷ്ഠാനങ്ങൾ. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റുന്നവർക്ക് അമ്പലത്തിൽ പോയി തൊഴാൻ നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ അമ്പലത്തിൽ പോയായിരുന്നു. ഈ വർഷം നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ നമ്മൾ കുറേ പേരുണ്ടെങ്കിൽ നല്ല രസമായിട്ടിങ്ങനെ പോകാം. അരിശാലയിൽ നിന്ന് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലേക്ക് നല്ല ദൂരമുണ്ട്. അപ്പോൾ അത്രയും ദൂരം പോകണമെങ്കിൽ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് ഉത്സാഹമായിട്ട് പോകാം. അങ്ങനെ ഞാനും അമ്മയും മാത്രമേ ഉള്ളതുകൊണ്ട് പോയില്ല. ഇനി അടുത്ത വർഷം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഈ വർഷം പോകാത്തവരൊക്കെ അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പൊങ്കാലയുടെ അന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാ വീടുകളും നമ്മൾ ചെല്ലുന്ന ഭക്തജനങ്ങൾക്കായിട്ട് തുറന്നിട്ടേക്കും കേട്ടോ. നമുക്ക് എല്ലാ വീടുകളിലും എവിടെ വേണമെങ്കിലും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവരൊരുക്കി തരും. നമുക്ക് പൊങ്കാലയിടാൻ പോകാവുന്നതാണ്. ആർക്കെങ്കിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തമ്പാനൂരേക്ക് അന്ന് ബസ്സും ട്രെയിനും ഒക്കെ ഉണ്ട്. പ്രത്യേകം ട്രെയിനുകളും പൊങ്കാല സമയത്ത് കാണും. അതുപോലെ ബസ്സും ഉണ്ട് ധാരാളം. അപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇറങ്ങിയ എവിടെ വേണമെങ്കിലും നമുക്ക്
നമുക്ക് പൊങ്കാലയിടാം. ഏത് വീട്ടിൽ കയറി ചെന്നാലും നമുക്ക് അവരെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്യും. അതുപോലെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും എല്ലായിടവും ഞാൻ പറഞ്ഞല്ലോ, പൗരസമിതിക്കാർ, റെസിഡൻസ് അസോസിയേഷൻകാർ, പിന്നെ അമ്പലങ്ങളിലുള്ളവർ, അങ്ങനെ വീട്ടുകാർ തന്നെ, ചില വീട്ടുകാർ തന്നെ അന്നദാനവും രാവിലെ കാപ്പി എല്ലാം സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ബസ്സിലോ, KSRTC ബസ്സിലോ ട്രെയിനിലോ കയറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇറങ്ങുക. പിന്നെ തലേ ദിവസം പോകണം. എങ്ങനെ കുളിക്കും, അല്ലെങ്കിൽ എവിടെ തങ്ങും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എല്ലാ വീടുകളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ഞാൻ പറഞ്ഞല്ലോ, കോവിഡിന് മുൻപ് വരെ ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. ഞങ്ങൾ തലേ ദിവസമേ തന്നെ എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ച് റെഡിയാക്കി പിറ്റേ ദിവസം വെളുപ്പിനെ എണീച്ച് എല്ലാവരും കൂടെ എല്ലാം പാചകം ചെയ്ത് ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ പൊങ്കാലയിടാറുള്ളത്. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ, കുടുംബക്കാർക്കെല്ലാം കൂടെ ഒത്തുകൂടാനും ഇങ്ങനെ ദേവിക്ക് വേണ്ടി പൊങ്കാലയിടാൻ വരുന്നവർക്ക് ഞങ്ങൾക്ക് ആഹാരം ഒരുക്കാനും ഒക്കെ വളരെ സന്തോഷമുള്ളൊരു ദിവസവും കൂടായിരുന്നു പൊങ്കാലയുടെ അന്ന്. പിന്നെ ഇപ്പോഴാണ്, ഈ കോവിഡിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ ഇടാനായിട്ട് തുടങ്ങിയത്. അതിന് മുൻപ് വരെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേരുകയും എല്ലാവർക്കും വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്ഥിരമായിട്ട് ചേട്ടൻ്റെ അവിടെ വന്ന് പൊങ്കാലയിടുന്ന ഒരുപാട് പേര് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ നേരെ തമ്പാനൂരെത്തുക. ഏത് വീട്ടിൽ ചെന്നാൽ ആരോട് എന്ത് സഹായം ചോദിച്ചാലും അന്ന് ഒരു മടിയില്ലാതെ ചെയ്തു തരുന്ന ഒരു ദിവസം കൂടെയാണ് ഈ പൊങ്കാലയുടെ അന്ന്. അപ്പം എല്ലാ സാധനങ്ങളും അവിടെ മേടിക്കാനും കിട്ടും കേട്ടോ. മൺകലം, ചിരട്ടത്തവി, തീ കത്തിക്കാനുള്ള സാധനങ്ങൾ, കൊതുമ്പ്, ചൂട്ട എല്ലാം, അതുപോലെ തിരളി ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ഭക്ഷണയില, തിരളിയില എന്ന് പറയും, അത് അങ്ങനെ എല്ലാ സാധനം. പിന്നെ ഇതിന് വേണ്ടുന്ന അരി, തേങ്ങ, ശർക്കര, നെയ്യ്, അണ്ടിപ്പരിപ്പ് എല്ലാം. എന്തിനിപ്പോൾ കിറ്റ്, പൊങ്കാല കിറ്റ് എന്ന് പറഞ്ഞ് കിട്ടും. അതിൽ പൊങ്കാല സാരി വരെ കാണും. അങ്ങനെ എല്ലാ സാധനങ്ങളും തിരുവനന്തപുരത്ത് പൊങ്കാലയോടനുബന്ധിച്ച് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരു സാധനങ്ങളും നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒട്ടും പേടിക്കാതെ നിങ്ങൾക്ക് വന്ന് പൊങ്കാല ഇട്ടിട്ട് തിരികെ വീടുകളിലേക്ക് പോകാം. കണ്ടോ, ഞങ്ങളുടെ പൊങ്കാലയെല്ലാം ആയി, ഞങ്ങൾ എല്ലാം അടച്ച് റെഡിയാക്കി വെച്ചേക്കുവാണേ. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒഴുകിപ്പോകുന്ന ഒരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല വരിയായിട്ട് നിർത്താതെ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തിരക്കാണല്ലോ, എല്ലാവർക്കും തിരികെ അവരവരുടെ വീടുകളിലേക്ക് എത്തണ്ടേ. അങ്ങനെ ദേവിക്ക് പൊങ്കാലയൊക്കെ അർപ്പിച്ച് നിറഞ്ഞ മനസ്സോടുകൂടി തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും തിരികെ പോകുന്ന തിരക്കായിരിക്കും. അത് നമ്മൾ നോക്കി നിന്ന് പോകും. കണ്ടാൽ അതുപോലെ വരിയായിട്ട് ഒരു നിർത്തില്ലാതെയാണ് ഇങ്ങനെ ആൾക്കാർ പൊങ്കാല നേദ്യവുമായിട്ട് പോകുന്ന ആ ഒരു കാഴ്ച വൈകിട്ടത്തെ സമയത്ത്. അപ്പം ഞങ്ങൾ ഈ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം മാത്രമേ അവിടുന്ന് ഇറങ്ങാറുള്ളൂ. കാര്യം ഈ കാഴ്ചകളെല്ലാം നമുക്ക് കാണുകയും കൂടി ചെയ്യാമല്ലോ. കണ്ടോ, എല്ലാവരും പൊങ്കാല ഇട്ടതിന് ശേഷം അത് തളിക്കാൻ വരാനായിട്ട് കാത്തിരിക്കുവാണ്. ഇത് കുറേ പേരാണെങ്കിൽ എങ്ങനെയാണെന്നോ, ഈ പൊങ്കാല ഇട്ടതിന് ശേഷം കണ്ടോ, ഇതേപോലെ ബിഗ് ഷോപ്പറിലാക്കി തളിക്കുന്നതിന് മുൻപ് തന്നെ അവർ പിന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ചെന്ന് നിൽക്കും. പക്ഷേ അവർ പ്രത്യേകം അനൗൺസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പൊങ്കാല ഇട്ട അടുപ്പിൽ നിന്നും അത് തളിച്ചതിന് ശേഷമേ വാങ്ങാവുള്ളൂ എന്നവരവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് തളിച്ചിട്ടേ നിങ്ങൾ പൊങ്കാല ഇട്ടിടത്ത് തന്നെ നിൽക്കണം. നിങ്ങൾ അവിടുന്ന് പൂജാരിമാർ വന്ന് അത് തളിച്ചതിന് ശേഷമേ എടുത്തുകൊണ്ട് പോകാവൂ എന്നൊക്കെ. ഇത് കണ്ടോ, ഇതാണ് മണ്ടപ്പുറ്റും തിരളി. അപ്പോൾ ഇതൊക്കെ നേരത്തെ എല്ലാവരും അത് അരിപ്പൊടിയെല്ലാം കുഴച്ച് തിരളി ഇലയ്ക്കകത്ത് ഇതേപോലെ പൊതിഞ്ഞ് മടക്കി ഈർക്കിലിയിൽ കോർത്ത് ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് വേവിച്ചെടുക്കും. തിരളി, മണ്ടപ്പുറ്റും എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചേക്കും. അപ്പോൾ രാവിലെ 10:30 പൊങ്കാല അടുപ്പിലേക്ക് തീ പകർന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം 2:30 അത് തളിക്കാനായി എത്തിയത്. അപ്പോൾ തളിക്കുമ്പോഴത്തേക്ക് വീണ്ടും വിളക്ക് നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് അണഞ്ഞു പോകാതെ നോക്കും. ഇനി അഥവാ അണഞ്ഞാൽ വീണ്ടും തളിക്കാൻ വരുന്ന സമയത്ത് വീണ്ടും കത്തിച്ചിട്ട് കർപ്പൂരമൊക്കെ വെച്ച് കത്തിക്കും. എന്നിട്ട് നമ്മുടെ ആ നേദ്യങ്ങളെല്ലാം ഇതേപോലെ തുറന്ന് വയ്ക്കണം. അവർ വന്ന് എല്ലാത്തിനകത്തും തീർത്ഥം തളിച്ചു തരും. അങ്ങനെയാണ് പൊങ്കാല നിവേദ്യം തളിക്കുന്നത്.
അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് പോകാം. പിന്നെ നമ്മൾ അവരൂർ വെച്ച നേദ്യം പൊങ്കാല അത് നിവേദിച്ചതിന് ശേഷം നമ്മൾ തന്നെ കഴിക്കണം. കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവരവരുടെ പൊങ്കാല നിവേദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും. കണ്ടോ, തളിക്കുവാണേ. എല്ലാവരും റെഡിയാക്കി വെച്ചേക്കുകയാണ് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെ വളരെ സന്തോഷത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വർഷത്തെ പൊങ്കാലയെ സമർപ്പിച്ചു. അപ്പം ഞാൻ വരാത്തവർക്ക് വേണ്ടി ഓരോ ഭാഗമാകുമ്പോഴും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് വരാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവർ വരാൻ പറ്റാഞ്ഞത്. അവർക്ക് പൊങ്കാല ഇടുന്നതിന് നമ്മൾ ഓരോരോ ആഗ്രഹങ്ങൾ ഓരോരുത്തരും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടായിരിക്കുമല്ലോ പൊങ്കാല അർപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഭക്തിയോടെയാണ് എല്ലാവരും ദേവിക്ക് പൊങ്കാല അർപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി വന്നില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചേച്ചി കഴിഞ്ഞ വർഷം പൊങ്കാല ഇട്ടപ്പം പ്രാർത്ഥിച്ച കാര്യമൊക്കെ സാധിച്ചു കിട്ടി. അതുകൊണ്ടുകൂടെയാണ് ഈ വർഷം പറ്റാഞ്ഞത്. കാര്യം ചേച്ചിയുടെ മോക്കൊരു കുഞ്ഞുണ്ടായി. അപ്പോൾ പിന്നെ കുഞ്ഞുവാവയെ നോക്കണം. അതിന് 28 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചിക്ക് വരാൻ പറ്റാതെ ആയത്. കഴിഞ്ഞ പൊങ്കാലയ്ക്ക് പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതാണ്. ഇങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് പൊങ്കാല ഇടുന്നുണ്ട്. നല്ല നിറഞ്ഞ മനസ്സോടെ ഭക്തിയോടുകൂടി തന്നെ ദേവിയിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ ദേവി സാധിച്ചു കൊടുക്കാറുമുണ്ട്. അപ്പോൾ അതേപോലെ ഇനി അടുത്ത വർഷം എല്ലാവർക്കും വരാനും അവർ പ്രാർത്ഥിച്ചിട്ട് പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ എന്നും ദേവിയോട് അകമഴിഞ്ഞ് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദേവി നടത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ആറ്റുകാലമ്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നാടിൻ്റെ ഒരു ജില്ലയല്ല, ഒരു സംസ്ഥാനം മുഴുവൻ എന്ന് തന്നെ പറയാം. കാര്യം കണ്ണൂരിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടു. അവരൊക്കെ അവിടുന്ന് 2 ദിവസം മുന്നേ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അവരവിടെ താമസിച്ചിട്ട് ആണ് അവരിങ്ങനെ പൊങ്കാലയിടുന്നത്. അങ്ങനെ ദൂരദേശത്തു നിന്ന് പോലും ഒരുപാട് ആൾക്കാർ വന്ന് പൊങ്കാലയിട്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടാണ് പൊങ്കാല നിവേദ്യവുമായിട്ട് തിരിച്ച് വീടുകളിലേക്ക് പോകുന്നത്. അനന്തപുരിയെ യാഗശാലയാക്കി മാറ്റിയ മറ്റൊരു പൊങ്കാല ദിവസം കൂടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.